ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരു ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുകയാണ്. തുടർമാനമുള്ള വചന ചിന്തകൾ, നമ്മളൊരു വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം എന്താണ്, വചനം ആരാണ് എന്ന ദൈവവചന ചിന്തയാണ് നമ്മൾ ചില ഭാഗങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർമാനമുള്ള അടുത്ത ഭാഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ഇന്ന് ആഗ്രഹിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. വളരെ മനോഹരമായിരിക്കുന്ന ഈ തിരുവചന ചിന്ത നമ്മുടെ അറിവിലേക്ക് ഞാൻ വായിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ വചനത്തെക്കുറിച്ച് നല്ല അറിവുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ സമാപ്ത ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം 7 സഭകളെ കുറിച്ച് പത്മോസിൽ കിടക്കുന്ന വയോവൃദ്ധനായിരിക്കുന്ന നമ്മുടെ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യേശുവിൻ്റെ മാറോട് ചേർന്ന് നിന്ന യോഹന്നാന് ദൈവിക വെളിപ്പാടിൽ കിട്ടിയ പ്രവചന വെളിപ്പാടാണ് 7 സഭകളെ കുറിച്ചുള്ളത്. പിന്നീട് യേശു ആര് എന്ന് വ്യക്തമായി യോഹന്നാൻ കണ്ടു. സ്വർഗീയമായ മഹത്വത്തെക്കുറിച്ച് അവിടെ പറയുന്നു. കർത്താവിൻ്റെ വരവിന് മുമ്പ്, കർത്താവിൻ്റെ വരവിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയും ഈ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. എന്നാൽ 7 സഭകളുടെ ദൂത് പറയുമ്പോൾ ബാക്കി 6 സഭകളുടെ ന്യൂനതകളും ബലഹീനതകളും അവരുടെ കഴിവില്ലായ്മകളും അവരുടെ മടങ്ങി വരവിന് വേണ്ടിയുള്ള സന്ദേശമാകുമ്പോൾ ഈ ഒരു സഭയെക്കുറിച്ച് മാത്രം 3-ാം അധ്യായം 7-ാം വാക്യം, ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവരുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സഭയിൽ മാത്രം കർത്താവ് ആ സഭയെ പുകഴ്ത്തുന്നതായി കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവിനെ പുകഴ്ത്തിയത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാതിൽ തുറക്കുന്നു, ആർക്കും അടച്ചുകൂടാ എന്ന് പറയുന്നത് എന്നത് ആണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ വിഷയം മറക്കരുത്. ദൈവവചനത്തിൽ നമ്മൾ ജീവിച്ചാൽ ദൈവം ചില വാതിലുകൾ തുറക്കുവാനിടയാകും. നോക്കുക, ഇവിടെ ഫിലദൽഫിയ എന്ന് പറയുന്ന സഭ ഒരു ചെറിയ സഭയാണ്. ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സഹോദര സ്നേഹം, സഹോദര പ്രീതി എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ സഹോദരീയമായ ബന്ധമുള്ള, ഐക്യതയുള്ള ഒരു കൊച്ചു സഭ. ആ സഭയെക്കുറിച്ചാണ് യോഹന്നാനിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അതിനു മുമ്പുള്ള സഭകളെക്കുറിച്ചും അതിനുള്ള ശേഷമുള്ള സഭകളെക്കുറിച്ചും വളരെ ന്യൂനതയേറിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ ബലഹീനമായതും അവരുടെ കുറവുകളെയും കുറിച്ച് ദൈവാത്മാവ് യോഹന്നാനിൽ കൂടെ വെളിപ്പെടുത്തുമ്പോൾ ഈ ചെറിയ സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് പറയാൻ ഒരു ദൂതുണ്ടായിരുന്നു. ആ ദൂത് എന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നമ്മുടെ വിഷയം ദൈവവചനത്തെ കാക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം എന്തെന്ന് നമുക്ക് മനസ്സിലായി. യേശു ആരെന്ന് വെച്ചാൽ ദൈവവചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സൂക്ഷിക്കുവാൻ, അല്ലെങ്കിൽ
ദൈവത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു. ഇവിടെ ഞാൻ ഒരു നിമിഷം നിന്ന് ഞാൻ പറയാം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. കാത്തു എന്ന വാക്കിന്റെ അർത്ഥം സൂക്ഷിച്ചു, പരിപാലിച്ചു, അല്ലെങ്കിൽ ശത്രുവിന്റെ കയ്യിൽ ഇട്ടുകൊടുക്കാതെ വണ്ണം നീ നിന്റെ ജീവനേക്കാൾ ആ വിഷയത്തെ കരുതുവാനിടയായി. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് കാത്തു എന്ന് പറയുന്നത്. വചനത്തെ കാക്കുന്ന ഒരു കൂട്ടം മക്കൾ, ദൈവവചനത്തിന് വില കൊടുക്കുന്ന ഒരു കൂട്ടം ദൈവജനം. അവർക്ക് അധിക ശക്തിയില്ല. അതാണ് അവിടെ പറയുന്നത്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫെസോസ് സഭയെ കുറിച്ച് പറയുന്നത്, അതിന് നല്ല കൃപകളുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു മടക്കി വന്ന് മാനസാന്തരപ്പെടാഞ്ഞാൽ നിലവിളക്ക് നിന്റെ മുന്നിൽ മാറിപ്പോകും. എന്നുവെച്ചാൽ നിന്റെ കാര്യം തീർന്നെന്നാ പറയുന്നത്, നീ എന്നെ കാണില്ലെന്നാ പറയുന്നത്. നിനക്ക് കൃപകളും സഹിഷ്ണുതകളും നിനക്ക് ബാക്കിയുള്ള ഒത്തിരി കൃപകളും നിന്റെ സഭയ്ക്കകത്തുണ്ട്, പക്ഷേ നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. പക്ഷെ ഈ സഭയോട് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നീ വലിയ പ്രവാചകനോ വലിയ പ്രാസംഗികനോ വലിയ പ്രാർത്ഥനക്കാരനോ വലിയൊരു ആത്മീയ ആരാധനക്കാരനോ നിന്റെ സഭ വലുതോ ഒന്നുമല്ല. നിനക്ക് അല്പമേ ശക്തി ഉണ്ടെങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഹല്ലേലൂയ. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവ വചനത്തെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ എന്നതിൻ്റെ അർത്ഥം, നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തെ ജീവനേക്കാൾ വലുതായി കാണുവാൻ കഴിയുമോ? ജീവിതത്തിൽ അതിനെ പകർത്താൻ കഴിയുമോ? എങ്കിൽ കർത്താവ് പറയുന്നു, മക്കളെ, ഞാനൊരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. മറ്റുള്ള സഭകളെ പോലെ പ്രശസ്തമായ സഭയല്ല. മറ്റുള്ളവരെ പോലെ നിനക്ക് വലിയ എടുത്തു പറയാൻ വലിയ സ്ഥാനമാനങ്ങളില്ല. 10 പേരുടെ മുമ്പിൽ നിനക്ക് കസേരയില്ല. 10 പേരുടെ മുമ്പിൽ നീ അറിയപ്പെടുന്ന മനുഷ്യരുമല്ല. പക്ഷേ കർത്താവ് പറയുന്നു, മക്കളെ, നീ എൻ്റെ വചനം കാത്തു. ആമേൻ. ദൈവസഭകളോടും ദൈവ കുഞ്ഞുങ്ങളോടും പറയുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ കൃപയും കൃപാവരങ്ങളും ഇല്ലാത്ത മനുഷ്യരായിരിക്കാം. വലിയ പ്രാർത്ഥനക്കാരും അറിയപ്പെടുന്ന ആൾക്കാരല്ലേ ആയിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ പോലെ വലിയ പ്രവാചകന്മാരല്ലേ ആയിരിക്കാം. പക്ഷേ ദൈവ സ്നേഹത്തിൽ ഐക്യതയോടുകൂടെ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾക്ക് കാത്തു ജീവിക്കാൻ പറ്റുമെങ്കിൽ കർത്താവ് പറയുന്നു, മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം ഒരുത്തൻ കാത്താൽ, സൂക്ഷിച്ചാൽ, അതിനെ പരിപാലിച്ചാൽ, അതിനെ കൊണ്ടു നടന്നാൽ, അതനുസരിച്ച് ജീവിച്ചാൽ, ദൈവം പറയുന്നു വാതിൽ തുറക്കാൻ പോവുകയാണ്. ആമേൻ. വാതിൽ തുറക്കാമെന്നല്ല, തുറന്നിരിക്കുകയാണ്, തുറന്നു വെച്ചിരിക്കുകയാണ്, അത് ആർക്കും അടച്ചുകൂടാ. എന്താണ് വാതിൽ? എന്തിനാണ് വാതിൽ എന്ന് പറയുന്നത്? അത് നോക്കുക. 4-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടോ? അപ്പോൾ ഏത് വാതിലിനെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ ഈ സഭയോട് പറയുന്നത്? നിങ്ങൾ എൻ്റെ വചനം കാക്കുന്നത് കൊണ്ട് ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഏത് വാതിൽ? സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. അതുകൊണ്ട് ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം, ഞാനും നിങ്ങളും ദൈവവചനത്തെ കാത്ത് പ്രമാണിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിന്റെ വാതിൽ ദൈവം തുറന്നിരിക്കുകയാണ്. ആമേൻ. മറക്കരുത്, ഇവിടെ നിങ്ങൾക്ക് ശക്തി കുറച്ചേ ഉള്ളൂ. നിങ്ങൾ പ്രശസ്തന്മാരല്ല, നിങ്ങൾ
ഭയങ്കര കൃപാവര പ്രാപ്തന്മാരൊന്നുമല്ല. പക്ഷേ ദൈവവചനത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാകും. എന്ന് വെച്ചാൽ ജീവിക്കുന്നത് ദൈവവചനത്തിലാണെങ്കിൽ, കർത്താവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നൊരു വാക്കാണ്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ വചനം പല ദൈവദാസന്മാരും ജനത്തിന് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക വാതിലുകൾ തുറക്കുന്നു, അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ജോലിയുടെ വാതിൽ തുറക്കുന്നു, ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ ഒരു വാതിൽ തുറക്കുന്നു, ആർക്കും അടയ്ക്കാൻ പറ്റുന്നില്ല. അയ്യോ, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു, സഭയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു. പലരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതും ചിലപ്പോൾ നമ്മളിൽ പലരും അങ്ങനെ പ്രസംഗിച്ചിട്ടുള്ളവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ദൈവവചനം മുറുകെ പിടിക്കുന്നവന്, ദൈവവചനം സൂക്ഷിക്കുന്നവന് ഈ ലോകത്ത് പല വാതിലുകളും അടയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ഒരു വ്യക്തി വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ, വചനം സൂക്ഷിക്കുന്ന വ്യക്തിയാണോ, അവൻ ഈ ഭൂമിയുടെ വാതിലുകൾ സകലതും അടയപ്പെടും. യേശുവിനെ നോക്കുക. യേശു 30 വർഷക്കാലം പിതാവിന്റെയും അവരുടെ വളർത്തു പിതാവിന്റെയും മാതാവിന്റെയും കൂടെ 30 വർഷക്കാലം ജീവിച്ചു. തനിക്കൊരു വാതിലും അടയപ്പെട്ടില്ല. എന്നാൽ സ്നാനപ്പെട്ട് കരയിൽ കയറുമ്പോൾ ഈ ഭൂമിയുടെ വാതിലൊക്കെ അടയപ്പെടുകയാണ്. അപ്പോഴാണ് സ്വർഗം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടത് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയാകുന്നത്. ആമേൻ. മനസ്സിലാക്കണം, ഒരു ദൈവഭക്തൻ, അത് ആരോ ആകട്ടെ, ആ ഒരു ദൈവഭക്തനാണോ, അവൻ വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ, വചനം കാത്ത് സൂക്ഷിക്കുന്ന വ്യക്തിയാണോ, ഈ ഭൂമിയിലുള്ള അവനുള്ള വാതിലുകളെല്ലാം അടയ്ക്കാൻ ശത്രു ഭൂമിയുടെ ശക്തികൾ എഴുന്നേറ്റ് വന്നിരിക്കും. പക്ഷേ ദൈവം ഈ ഭൂമിയുടെ വാതിലിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ 4 വായിച്ചു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആർക്കു വേണ്ടി? വചനം കാക്കുന്നവന് വേണ്ടി. പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചില വർഷങ്ങൾ 50, 80, 100 വയസ്സ് വരെ ജീവിക്കും. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ കഴിക്കുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമെന്നില്ല. സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമെന്നില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമെന്നില്ല. ദശാംശം കൊടുക്കുന്നു, ആത്മീയ കൂട്ടായ്മകളിലൊക്കെ ഓടുന്നു, വലിയ ആക്റ്റീവ് മെമ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. ഒരു ദൈവഭക്തൻ ദൈവവചനത്തിൽ ജീവിക്കാൻ അവന് കഴിയുമോ, അവരോട് ദൈവം പറയുന്ന, മക്കളെ, നിനക്ക് സ്വർഗത്തിന്റെ വാതിൽ ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്, നീ പേടിക്കണ്ട, ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവദാസിയെ, കുഞ്ഞെ, ഈ ലോകത്തിലെ എല്ലാ വാതിലുകളും ദൈവവചനം നിങ്ങൾ പ്രമാണിക്കുന്നതിന്റെ പേരിൽ, ഈ ക്രൂശിന്റെ വചനത്തിൽ നിൽക്കുന്നതിന്റെ പേരിൽ, വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ വചനത്തെ മാറോട് ചേർത്ത് വെച്ച് ഈ വചനത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ, ദൈവവചനത്തിൽ ജീവിച്ചതിന്റെ പേരിൽ വസ്തു നഷ്ടപ്പെടാം, ഭർത്താവ് നഷ്ടപ്പെടാം, ഭാര്യ നഷ്ടപ്പെടാം, മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് വരാം, സ്നേഹിച്ചവർ നിങ്ങളെ കൈവിട്ടെന്ന് വരാം, സ്ഥാനമാനങ്ങളും പദവികളും ജോലികളും പോയെന്ന് വരാം. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെ പറയുന്നു, ആരൊക്കെ ഈ ഭൂമിയിലെ വാതിലടച്ചാലും ഒരു വാതിലടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഓപ്പണിംഗ് ആണ്, തുറന്നിരിക്കുകയാണ്. അത് ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. നിനക്ക് വലിയ ശക്തിയൊന്നുമില്ല, നീ വലിയ കൃപാവര പ്രാപ്തനൊന്നുമല്ല.
ആരുടെയും വെളിപ്പാടുന്നവരെ പറഞ്ഞിട്ടില്ല, ആരുടെയും സുവിശേഷം പറഞ്ഞിട്ടില്ല, ആ ഒരു സ്റ്റേജിലും കയറി പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ ദൈവവചനത്തെ കാത്തു ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ ഉലകത്തിൽ വേറെ ആരുമില്ല. കാരണം ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന ഒരു അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാണ് എന്നതിന്റെ അർത്ഥം ഇന്ന് മരിച്ചാലും ആ വ്യക്തിക്ക് ഭയമില്ല. ഇന്നൊരുത്തൻ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളെ തകർത്താലും നിങ്ങൾക്ക് ഭയമില്ല. കാരണം എന്തെന്നറിയണ്ടേ, ഈ ഭൂമി വിടുമ്പോൾ മറ്റൊരു ദേശത്തേക്കുള്ള വാതിൽ നിങ്ങൾക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എന്റെ വചനം നീ കാത്തു. ഓ ഹല്ലേലൂയ. ദൈവവചനം കാക്കുന്നവരെ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരെ, ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ വല്ലാത്ത അവസ്ഥകൾ കണ്ട് ഹൃദയം വേദനപ്പെടുന്ന പിതാവേ, മാതാവേ, സഹോദര, കുഞ്ഞേ, സഹോദരി, ദൈവാത്മാവ് നിന്നെ നോക്കി പറയുന്നു, അത് കണ്ട് നീ ഭാരപ്പെടരുത്. ഇതെല്ലാം ഇതിനകത്ത് സംഭവിക്കും. പക്ഷേ വചനം മുറുകെ പിടിച്ചോളാം. നിങ്ങൾ വായിച്ച, നിങ്ങൾ കേട്ട, നിങ്ങൾ പഠിച്ച ദൈവവചനം സത്യമുള്ള വചനമാണ്. അതിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളാം, മുറുകെ പിടിച്ചോളാം. കാരണം എന്തെന്നറിയണ്ടേ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. എന്തോ ഒരു പ്രത്യാശയില്ലേ? അതാണ് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സ്വർഗത്തിന്റെ വാതിൽ ഒരു ഭക്തന് വേണ്ടി ദൈവം തുറന്നിരിക്കുന്നത് ആത്മാവിൽ കാണുന്നത് ആരാണ്? ദൈവവചനത്തെ കാക്കുന്നവൻ, ദൈവവചനത്തിൽ ജീവിക്കുന്നവൻ, ദൈവവചനത്തെ അനുസരിച്ച് അതിനെ പ്രമാണിക്കുന്ന ഒരു ഭക്തനെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, നീ ഭാരപ്പെടേണ്ട. ഈ ലോകത്ത് കഷ്ടങ്ങളുണ്ട് സഹോദരി, ഇവിടെ വേദനയുണ്ട്. വചനം മുറുകെ പിടിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞെന്ന് വരാ, ദൈവദാസനെ, വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ പുസ്തകത്തിലെ വാക്കുകൾ അനുസരിച്ചു പോകും. ഇതിനുള്ള മാക്സിമം വചനങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു ഉയർച്ചയില്ല, എനിക്കൊരു വാതിൽ തുറന്നില്ല. എത്രയോ നാളുകൊണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറുപടി കിട്ടിയില്ല. എന്റെ പ്രിയ മാതാവേ, എന്റെ പ്രിയ സഹോദരി, എന്റെ പ്രിയ കുഞ്ഞേ, ഇവിടെ നശിക്കുന്ന ലോകമാണ്. എന്തൊക്കെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും, എന്തൊക്കെ സുഖങ്ങൾ നമ്മെ തേടി വന്നാലും, നമ്മൾ ഈ മണ്ണിൽ ഇത് വിട്ടേച്ച് പോകേണ്ട ഒരു ദിവസമുണ്ട്. എന്നാൽ നിത്യ 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 യുഗം കർത്താവിനോടുകൂടെ വാഴണമെങ്കിൽ ദൈവവചനം മുറുകെ പിടിക്കുക. വചനമില്ലാത്ത ഒരു ന്യൂ ജനറേഷൻ ആത്മലോകത്തിലേക്ക് ആണ് നമ്മൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാനുള്ള വാതിലെന്ന് പറയുന്നത് ഭൂമിയിലെ വാതിലാണ്. സാമ്പത്തിക വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു, അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ല ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത് സഹോദര സ്നേഹത്തിൽ നിൽക്കുന്നതാണ്. വചനമുള്ള സഭ ഐക്യതയുള്ള സഭയാണ്. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ, നിങ്ങൾ വചനം സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഐക്യതയാണ്, നിങ്ങളുടെ സഭ ഐക്യതയാണ്, നിങ്ങളുടെ ലൈഫ് ഒരു ഐക്യതയുള്ളതായിരിക്കും. അവിടെ ഭിന്നതയുടെയും കലക്കത്തിന്റെയും ആത്മാവിന് സ്ഥാനമില്ല. ഇന്നൊരു സഭയെടുത്ത് നോക്കുക. ഒരു സഭയിൽ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടുകൂടെ ഒരാളുടെ വിഷയം പറയാൻ പറ്റുന്നില്ല, സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? സഭയ്ക്കകത്ത് കലക്കമാണ്. ഒരു ദൈവദാസന് ഒരു സന്ദേശം ദൈവവചന പ്രകാരം പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവിടെ കലക്കമാണ്, അവിടെ ഭിന്നതയാണ്. ഇങ്ങനെയുള്ള ആത്മീയ ലോകത്ത് സ്വർഗം പറയുന്ന മക്കളെ, നീ പ്രാപിച്ചെടുത്ത ഒരു വചനമുണ്ട്. ദൈവം എന്ന ദൈവത്തിന്റെ വചനം നീ എന്ത് ചെയ്യണം? കാക്കണം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. മറ്റുള്ളവർ നോക്കുമ്പോൾ, ലോകം നോക്കുമ്പോൾ നീ വലിയ സംഭവമൊന്നുമല്ല. അവരുടെ മുമ്പിൽ നീ ചെറിയവരാ, അവരുടെ മുമ്പിൽ നീ ബലഹീനനാ. പക്ഷേ ദൈവം പറയുന്നു, നീ എൻ്റെ വചനം കാക്കുന്നത് കൊണ്ട് നീ എൻ്റെ മുമ്പിൽ ശ്രേഷ്ഠനായി തീരുകയാണ്. ഹല്ലേലൂയ. എത്ര സ്റ്റേജിൽ പ്രസംഗിച്ചു എന്നല്ല,
എത്ര വർഷക്കാലം കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു എന്നല്ല, എത്ര പേരോട് ദൂത് പറഞ്ഞെന്നല്ല, എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്നല്ല, എത്ര പേരെ ദൈവകൃപയിൽ കൊണ്ടുവന്നെന്നല്ല ദൈവം നോക്കുന്നത്. നമ്മൾ പ്രസംഗിച്ച വചനം നമ്മൾ അനുസരിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നു, ആ വചനം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ? മോഷ്ടിക്കരുത് എന്ന് പറയുന്ന നമ്മൾ തന്നെ അമ്പലം കൊള്ളയിടുകയാണ്, മോഷ്ടിക്കുകയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നമ്മൾ വ്യഭിചാരം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വചനത്തെ നമ്മൾ സൂക്ഷിക്കുന്നോ അതോ കർത്താവിന്റെ വചനത്തെ നിഷേധിക്കുന്നവരായി തീരുന്നുണ്ടോ? ദൈവദാസന്മാരോട് ഞാൻ ഈ സന്ദേശം പറയുന്നത്. നമുക്ക് പ്രസംഗിക്കാൻ ഒത്തിരി വചനങ്ങൾ ഇതിനകത്തുണ്ട്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ, വിശ്വാസികളെ ഉപദേശിക്കുവാൻ, ജാതികളെ ഉപദേശിക്കാൻ നമുക്ക് എന്തോ ഒരു സന്തോഷമല്ലേ. പക്ഷെ നമ്മൾ ഒത്തിരി വർഷം കൊണ്ട് ദൈവവചനങ്ങൾ ഓരോ സൺഡേയും ഫ്രൈഡേയും വെനസ്ഡേയും പിന്നെ കോട്ടേജ് മീറ്റിംഗ്, ഫാസ്റ്റിംഗ് പ്രയറുകൾ, ചില ദൈവദാസന്മാർ എല്ലാ ദിവസവും പുറത്ത് ശുശ്രൂഷകളുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ദൈവദാസന്മാരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, ഈ പ്രസംഗിക്കുന്ന വചനം നമ്മൾ അനുസരിക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ ദൈവത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. പൗലോസ് അതല്ലേ പറഞ്ഞത്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും. കേട്ടോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ സൺഡേ സഭയ്ക്കൊരു ദൂത് തരുന്നത്, കൊടുക്കുന്നതിന് മുമ്പ് അത് ഞാൻ പ്രാപിക്കണം. എവിടെന്ന്? ദൈവത്തിൽ നിന്ന് ആ വചനം എന്നിലേക്ക് വെളിപ്പെടണം. ആ വെളിപ്പെട്ട വചനം ജനത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് ജനം മാനസാന്തരപ്പെടുന്നത്, തങ്ങളുടെ പാപങ്ങളെ വിട്ട് പിന്മാറ്റത്തിൽ നിന്ന് അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ ദൈവവചനം കാക്കാതെ, ദൈവവചനത്തിൽ നിൽക്കാതെ നമ്മൾ ആരും ഉപദേശിക്കേണ്ട, ആരും രക്ഷപ്പെടുകയില്ല. എന്ന് വെച്ചാൽ പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് ഞാൻ താഴ്മയായി ദൈവപുരുഷന്മാരായ നമ്മളോട് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുന്ന സന്ദേശം സഭയ്ക്കും ദേശത്തിനും കുടുംബങ്ങൾ കൊടുക്കുമ്പോൾ ആ കുടുംബം, സഭ ഐക്യപ്പെടുവാനിടയാകും. ഇന്ന് സഭകളിൽ ഐക്യതയില്ല, കുടുംബത്തിനകത്ത് പോലും ഐക്യതയില്ല, അമ്മയപ്പന്മാർ തമ്മിൽ ഐക്യതയില്ല, ഭാര്യ ഭർത്താക്കന്മാർ ഐക്യതയില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനം എടുത്തിട്ട് 10, 30, 40 വർഷം കഴിഞ്ഞു. ഇന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുന്നില്ല. സഭയിൽ വരുന്ന അച്ചായനും അമ്മാവയും മിണ്ടുന്നില്ല, നാത്തൂനും അമ്മാവിയും മിണ്ടുന്നില്ല. ഇത് എന്നാ സഭ? ഇത് എന്നാ ഭവനം? നോക്കട്ടെ, കാരണം എന്തെന്നറിയണ്ടേ? ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവവചനത്തെ ഭവനങ്ങളിലും സഭകളിലും കാക്കാൻ പറ്റുന്നില്ല. ദൈവദാസന്മാർ തമ്മിൽ ഭിന്നത. പിന്നെ എന്താ ചെയ്യാനാ? ഫ്രണ്ടിലിരിക്കുന്ന വിശ്വാസിയോട് പാസ്റ്റർ വേണ്ടിയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. അവരുടെ വീട്ടിൽ വിസിറ്റിങ്ങിന് പോയിട്ട് മാസങ്ങളായി. കാരണം എന്താ? മനസ്സിനകത്ത് കരട. ഇതും കൊണ്ട് ഞായറാഴ്ച പ്രസംഗിക്കുകയാണ്. ആർക്ക് കേൾക്കാൻ? എന്തോന്ന് കേൾക്കാൻ? എന്തോ സാന്നിധ്യം വരാൻ? ഒരിക്കലും ദൈവ സാന്നിധ്യമല്ല ഇറങ്ങുന്നത്. കാളക്കുട്ടിയെ ആരാധിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ വിശ്വാസികൾക്കും പറ്റുന്നില്ല, പ്രവാചകന്മാർക്കും പറ്റുന്നില്ല. സ്തോത്രം. അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി, ഇത് തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളെ യഹോവയായ ദൈവം എന്ന് പറഞ്ഞപ്പോൾ ജനം കൊട്ടും കുരവയും ആരാധനയും നൃത്തവും ചാട്ടവും. അവിടെ ഒത്തിരി പുരോഹിതന്മാരുണ്ട്, അവിടെ പ്രവാചകന്മാരുടെ ഇടയിലുണ്ട്. എന്തിനു പറയുന്നു? മോശയുടെ അടുത്ത് കൂടെ ദൈവത്തിന്റെ മോശയുടെ നാവോട് കൂടെ നിൽക്കുന്ന അഹരോനുണ്ട്. ഇവർക്കൊന്നും ഈ ആരാധനയുടെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവ സാന്നിധ്യം, ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചിറങ്ങി വന്നവന് മനസ്സിലായി, അത് ദൈവിക ആരാധനയല്ല, കാളക്കുട്ടിയുടെ ആരാധനയാണ്. പല സഭകളിലും നടക്കുന്ന ആരാധന, കീബോർഡ് ഇട്ട്
ജനത്തെ ഇളക്കി മറിക്കുമ്പോൾ നമ്മളും ജനിക്കും. എന്തോ ഒരു ആരാധന, എന്തോ ഒരു ദൈവ സാന്നിധ്യം, എന്തോ ഒരു തീ. പക്ഷേ വചനം കാക്കുന്നവൻ അറിയാം ആരാധന ഏതെന്ന്. സ്തോത്രം. വചനം എന്ന് പറയുന്നത് ജീവനുള്ളതാണ് കേട്ടോ. വചനമുള്ളതെന്ന് പറയുന്നത് ചൈതന്യമുള്ളതാണ്, ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, അത് സന്ധിബദ്ധങ്ങളിലേക്ക് തുളച്ചു കയറുന്നതാണ്. അത് ചുമ്മാത് ഈ ഭൂമിയിലുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ വചനം സൂക്ഷിക്കേണ്ടത്. നമ്മളെന്തിനാ ഞാൻ ഏതൊക്കെ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിയിരു നിനക്ക് ജോലി കിട്ടും, ഇന്ന വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിയിരു നിന്റെ കടം മാറും, ഇന്ന വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിയിരു നിന്റെ പ്രശ്നങ്ങൾ മാറും. അങ്ങനെയല്ല, അത് തെറ്റായിട്ടുള്ള ഉപദേശമാണ്. ആ വചനം പറഞ്ഞത് കൊണ്ടാകുന്നില്ല. ആ വചനത്തിൽ ജീവിക്കുക, ആ വചനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ വാക്കിനെ, ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ എത്ര വർഷം നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമോ, നിങ്ങൾ പരാജിതരാകുന്നതല്ലാതെ വിജയിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നശിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ വചനം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. മരുഭൂമിയിൽ ജനത്തിന് മന്ന കൊടുത്തത് ഈ മരുഭൂമിയിൽ വർഷങ്ങളോളം ജീവിച്ച് മരിക്കാൻ വേണ്ടിയല്ല, കനാനിലേക്ക് പോകണം. കനാനിലേക്ക് പോകണമെങ്കിൽ മന്ന കഴിക്കണം, ആഹാരം കഴിക്കണം. അതിന്റെ ഒരു ബലത്തിന് വേണ്ടിയാണ് ദൈവം സ്വർഗീയ ഭോജനം കൊടുത്തിരിക്കുന്നത്. ഈ വചനം തന്നിരിക്കുന്നത് ഭൗതികമായ നന്മയ്ക്ക് വേണ്ടിയോ, മക്കളുടെ ജോലിക്ക് വേണ്ടിയോ, വീട് വെക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു കാര്യത്തിന് വേണ്ടി അല്ല ഈ വചനം തന്നിരിക്കുന്നത്. നിത്യതയിൽ ഒരുവന് പോകണമെങ്കിൽ അതിന്റെ വഴിയാണ്, അതിന്റെ ആഹാരമാണ്, ഈ ശക്തിയിലാണ് നിത്യത വരെ നാം എത്തേണ്ടത്. ആമേൻ. ഏലിയാവിനോട് പറഞ്ഞു 40 ദിവസം അവൻ കഴിച്ച ആഹാരത്തിന്റെ ബലത്തിൽ അവൻ ഓടുകയാണ്. എന്തിനു വേണ്ടിയാ? ദൈവിക ഒരു വാഗ്ദത്തത്തിന് വേണ്ടി. ഇതുപോലെ ഞാൻ പറയട്ടെ, ഇത് സ്വർഗീയ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് കാണേണ്ട സാധനമാണ്. നമ്മുടെ ഭൗതിക വിഷയത്തിന് വേണ്ടി വാതിൽ തുറന്നിരിക്കുന്നു, നാം പിടിച്ചു എന്ന് പറയുന്നതല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയത്? നിങ്ങൾ ജാതികളെ നോക്കി, നമ്മളെക്കാൾ എല്ലാവരും വലിയവരാ, ഒത്തിരി സമ്പന്നന്മാരാ, സ്ഥാനമാനങ്ങൾ, ജോലി കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും ഉന്നതന്മാരായി മാറിയുന്നില്ലേ? അവർ ഈ വചനം അനുസരിക്കുന്നില്ലല്ലോ, അവർക്ക് വേണ്ടി ആരും വാതിൽ അടയ്ക്കുന്നില്ലല്ലോ. നമുക്ക് അവിടെ പോയപ്പോരെ ഭൗതികമായ നന്മയുടെ അനുഗ്രഹം. നമ്മൾ അതിനു വേണ്ടിയല്ല ഈ പുസ്തകം എടുത്തത്. ഈ പുസ്തകം എടുത്തതിന്റെ ഒറ്റ കാര്യം നിത്യതയിൽ പോണം. പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതുണ്ട്, അത് ദൈവം തരും, അത് ദൈവം തരും. അതിനു വേണ്ടി ഈ പുസ്തകം എടുക്കുന്നവരുണ്ട്, അതിനു വേണ്ടി ജനത്തെ പഠിപ്പിക്കുന്നവരുണ്ട്. അതും പറഞ്ഞ്, ഈ വചനവും പറഞ്ഞ് ഈ നിത്യതയെ മറച്ച് ഭൗതിക വിഷയങ്ങളെ ഫോളോ ചെയ്ത് ജനത്തിന്റെ കണ്ണിനെ അന്ധമാക്കുന്ന ഉപദേശിമാരോട് ഞാൻ പറയുന്നു, ഇന്നത്തോടുകൂടെ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഇത് നിർത്തിക്കൊള്ളണം. ഈ ട്രാക്ക് എന്ന് പറയുന്നത് നിത്യതയിൽ പോകേണ്ട വഴിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസങ്ങൾ നിങ്ങൾ നോക്കണം. ഞാനിതോ വാതിൽ തുറക്കുന്നു, പിടിച്ചോ? ഇല്ല, ഭൗതിക നന്മയുടെ വാതിലല്ല തുറക്കുന്നത്. വചനം നിങ്ങൾ കാക്കുന്നുവെങ്കിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്തുള്ള ഒരു വാതിലുണ്ട്, അത് സ്വർഗീയ വാതില. ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ ആഗ്രഹിക്കുക. ആ സ്വർഗീയ വാതിൽ തുറക്കാൻ കൃപാവരം നോക്കിയിട്ടല്ല, സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടല്ല, എത്ര പേരെ മാനസാന്തരപ്പെടുത്തി നോക്കിയിട്ടല്ല, എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്ന് ചിന്തിച്ചിട്ടല്ല, എത്ര സഭ ഉണ്ടാക്കി, എത്ര ദേശത്ത് പ്രസംഗിക്കാൻ പോയെന്നല്ല. പ്രസംഗിച്ച വചനം, കേട്ട വചനം എത്രമാത്രം കാത്തു സൂക്ഷിച്ചു. ദൈവദാസനെ, വിശ്വാസികളെക്കാൾ ശിക്ഷ ദൈവദാസന്മാർക്കാണ്. കാരണം അവർ ഒരാഴ്ച 3-4 പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നവരാ. ചിലർ 7 ദിവസവും 14 പ്രസംഗങ്ങൾ നടത്തുന്നവരുണ്ട്. ഈ 14 പ്രസംഗിച്ച വചനം അത് നിങ്ങളോടാണ് സംസാരിച്ചത്. എബ്രായർ ലേഖനം 4-ാം അധ്യായം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും സന്ധിമധ്യങ്ങളിലേക്ക്
തുളച്ചുകയറുന്നതുമായ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തരയുള്ള വചനമാണ്. അവിടെയും വെട്ടും ഇവിടെയും വെട്ടും. അതുകൊണ്ട് ദൈവദാസന്മാരെ, നമ്മൾ പ്രസംഗിക്കുന്ന വചനം ആദ്യം ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല എങ്കിൽ അവിടെ ഇരുന്ന് ദൈവത്തോട് പറയണം, കർത്താവേ, ഈ വചനത്തിൽ ജീവിക്കാൻ ഈ വചനം എനിക്ക് കാക്കണം. എൻ്റെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുന്നതാണ് കാക്കുക എന്ന് പറയുന്നത്. സൂക്ഷിക്കുക എൻ്റെ വചനം, ദൈവത്തിന്റെ വചനം ഞാൻ സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് മറക്കരുത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ദൈവവചനം കാത്താൽ ഐക്യത ഉണ്ടാകും. സഭകളിൽ ദൈവവചനം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാകുന്നത്. സഭയ്ക്കകത്ത് ദൈവദാസൻ ദൈവവചനത്തിന്റെ യഥാർത്ഥമായ മൂല്യം ജനത്തിന് കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്, നിത്യതയുടെ വെളിപ്പാട് കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ജനം വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും ഭാര്യ മക്കളും കുടുംബമൊക്കെ ഭിന്നത ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഭിന്നതയുടെ ആത്മാവല്ല. ദൈവത്തിന്റെ വചനം കലക്കത്തിന്റെ ആത്മാവിനാൽ എഴുതിയതല്ല. അങ്ങനെയാണെങ്കിൽ ഒരു സഭയ്ക്കകത്ത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ വചനം കാക്കാൻ തുടങ്ങിയാൽ അവന്റെ അകത്തുള്ള ഭിന്നതയുടെയും കലക്കത്തിന്റെ ആത്മാവ് വിട്ടുമാറും. എഫെസോ സഭയ്ക്കകത്ത് ഏകദേശം 7 കൃപാവരങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞു, ഇവിടെ ഇത്രയും കൃപാവരങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിന്റെ ഇടയിൽ എന്തില്ല? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയി? എന്തുകൊണ്ട് ദൈവം അവരുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി? എന്തുകൊണ്ട് സഭയിൽ ആദ്യ സ്നേഹം ആദ്യത്തെ പോലെ ജനം സ്നേഹിക്കുന്നില്ല? ഒരൊറ്റ കാര്യം, വചനത്തിന് അയവ് വന്ന സഭകളിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. വചനത്തിന് അയവ് വരുത്തിയ വീടുകളിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെടും. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നു, ഫിലദൽഫിയ സഭ സഹോദര പ്രീതി, സഹോദര സ്നേഹം, അവരുടെ ഐക്യത കാരണം അവരുടെ മക്കളെ, നിങ്ങളുടെ സഭ മറ്റുള്ളവരുടെ സഭ പോലെ ശ്രേഷ്ഠത. അറിയപ്പെടുന്ന സഭയൊന്നുമല്ല, പക്ഷെ ഞാൻ അറിയുന്നു, നിനക്കല്പമേ ശക്തിയുള്ളൂ. എന്റെ വചനം നീ കാത്തു. ദൈവവചനം കാക്കുന്ന സഭ ദൈവനാമം ദുഷിക്കില്ല. അടുത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്, നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ദൈവവചനത്തെ സൂക്ഷിക്കുന്ന, ദൈവവചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യില്ല? നിഷേധിച്ചിട്ടില്ല. ഓ ജീസസ്. ഇന്ന് രാവിലെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയാൽ ദൈവത്തിന്റെ നാമത്തെ നിഷേധിക്കുകയാണ്. നമ്മളൊരു വചനം അനുസരിക്കാതെ വരുമ്പോൾ നമ്മുടെ ദൈവത്തെ നിഷേധിക്കുകയാണ്. നമ്മൾ അറിഞ്ഞ വചനത്തെ അവഗണിക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തെ നിഷേധിക്കുകയാണ്. ഈ നാമം എന്ന് പറയുന്നത് ഏതാണ്? എല്ലാ നാമത്തേക്കാൾ മേലായ നാമം. അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം യേശുവിന്റെ നാമം. ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ കാത്തില്ലെങ്കിൽ യേശുവിന്റെ നാമത്തെ നിങ്ങൾ നിഷേധിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ നാമത്തെ നിഷേധികളാകരുത്. ഹല്ലേലൂയ. ഈ രാവിലെ ദൈവവചനത്തിൽ നമുക്ക് കാക്കാം. നമ്മുടെ ദൈവവചനത്തെ നമുക്ക് കാക്കാം. ദൈവവചനത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവവചനത്തിൽ നടക്കാം. എങ്കിൽ ദൈവത്തിന്റെ നാമത്തെ നിങ്ങൾ ഉയർത്തുകയാണ്. ദൈവത്തിന്റെ നാമത്തെ നിങ്ങൾ നിഷേധിക്കുന്നില്ല. സ്തോത്രം. ഈ രാവിലെ പറഞ്ഞു നിർത്തിക്കോട്ടെ, വചനം വിട്ടുള്ള സഭ ആത്മീയ സഭയല്ല. അവിടെ കലക്കമുണ്ടാകും, അവിടെ ദൈവസ്നേഹം ഉണ്ടാകത്തില്ല, അവിടെ ദൈവത്തിന്റെ നാമം നിഷേധിക്കപ്പെടുകയാണ്. സ്തോത്രം. നമ്മൾ കാരണം യേശുവിന്റെ നാമം നിഷേധിക്കപ്പെടരുത്. നമ്മൾ കാരണം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടരുത്. നമ്മൾ യേശുവിന്റെ വചനത്തെ മുറുകെ പിടിക്കുക. എൻ്റെ ദൈവദാസി ദാസന്മാരുടെ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഈ ഭൂമിയുടെ വാതിൽ തുറക്കാനല്ല നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുക. അത് ആത്മകണ്ണുകൊണ്ട് കാണുന്നത് എങ്ങനെയാണ്? ദൈവവചനത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ
ദൈവവചനത്തിൽ നടക്കുമ്പോൾ, ദൈവവചനത്തിൽ ജീവിക്കുമ്പോൾ ഉലകത്തിന്റെ വാതിലെല്ലാം അടയപ്പെടും. നിങ്ങൾ പ്രതീക്ഷിച്ച വാതിലെല്ലാം അടയപ്പെടും. നിങ്ങൾ സ്നേഹിച്ചവരുടെ നൽകാമെന്ന് പറഞ്ഞ വാതിലുകളെല്ലാം അടയും. ഉറപ്പ് ഞാൻ തരുന്നു, തുറക്കപ്പെട്ടൊരു സ്വർഗ ഉയരത്തിലുണ്ട്. മുഴങ്കാൽ മടക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. അവിടെ നിന്നൊരു ശബ്ദം കേൾക്കും, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഞാൻ ഇന്ന് രാവിലെ ആ തുറന്ന സ്വർഗം ഇന്നും തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ വചനത്തെ സൂക്ഷിക്കണം, വചനത്തെ കാക്കണം, ദൈവത്തിന്റെ നാമം നിഷേധിക്കരുത്. ആ സഹോദര പ്രീതിയിൽ ജീവിക്കാൻ ഈ വചനം ദൈവം സഹായിക്കുമാറാകട്ടെ. അപ്പോൾ മനസ്സിലായല്ലോ, ദൈവവചനം എന്ത്, വചനം ആര്, വചനം എന്തിന്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് കേട്ട ദൈവവചന ശബ്ദത്തിനായി സ്തോത്രം. ഈ വചനത്തിൽ കൂടെ ചിലരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ പച്ച കർത്താവേ. ഇന്നും ഈ വചനങ്ങൾ പറഞ്ഞ് ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പപ്പ. അവർ പോലും അറിയുന്നില്ല നിത്യയുടെ വാതിൽ തുറന്നു കിടക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം ജീവിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണ് വിട്ടു പോകണം. പക്ഷേ ഇവിടത്തെ വാതിൽ തുറന്നിട്ട് എന്ത് കാര്യം കർത്താവ്? ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നാലേ അടുത്ത രാജ്യത്തിലേക്ക്, നിത്യതയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനമുണ്ടാകുകയുള്ളൂ. അത് തിരിച്ചറിയാൻ, വചനത്തെ സൂക്ഷിക്കുവാൻ ഇന്ന് രാവിലെ ഞങ്ങളെ ഇടവരുത്തണം കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിയെങ്കിൽ, ഹൃദയത്തിനകത്ത് ഒരു വ്യത്യാസം വരുത്തിയെങ്കിൽ, ഈ വചന ചിന്ത നിങ്ങളെ ബലപ്പെടുത്തിയെങ്കിൽ, നിശ്ചയമായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചിലരും കൂടെ കർത്താവിന്റെ യഥാർത്ഥ വചന സ്നേഹത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ഭാഗം ദൈവാത്മാവ് അനുവദിച്ചാൽ അടുത്ത് നമുക്ക് കേൾക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.